മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ച മത്സ്യത്തിൽ അറബി ലിപി കണ്ടത് കൗതുകത്തിനും ആൾക്കൂട്ടത്തിനും കാരണമായി. കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ ചാലിയത്തു നിന്നും കൊണ്ടുവന്ന ആരൽ ഇനത്തിൽപ്പെട്ട മത്സ്യത്തിന്റെ ദേഹത്താണ് ചതുരക്കള്ളികളും അതിനുള്ളിൽ അറബി ലിപി പോലെയുള്ള അടയാളങ്ങളും കണ്ടത്. അടയാളങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ മത്സ്യത്തെ മുറിച്ചു വിൽക്കുന്നതിൽ നിന്ന് തൊഴിലാളികൾ പിന്മാറി. തൊട്ടടുത്ത നിസ്കാരപ്പള്ളിയിൽ നിന്ന് മദ്രസാധ്യാപകനെത്തി അറബി വാക്കുകളുടെ സാന്നിധ്യം ഉറപ്പിച്ചതോടെ സെൻട്രൽ മാർക്കറ്റിൽ ആൾക്കൂട്ടം നിറഞ്ഞു. മത്സ്യത്തെ കാണാനും മൊബൈലിൽ പകർത്തുവാനുമായി നിരവധി പേരാണ് സെൻട്രൽ മാർക്കറ്റിൽ എത്തുന്നത്. മീനിന് പുറത്ത് അറബി വാചകങ്ങൾ കണ്ടതാണ് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ കൗതുകത്തിനും ആൾക്കൂട്ടത്തിനും കാരണമായത്. ചാലിയത്തു നിന്നും മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവന്ന ആരൽ ഇനത്തിൽപ്പെട്ട 1 മീറ്ററോളം നീളമുള്ള മത്സ്യത്തിന്റെ ദേഹത്താണ് ചതുരക്കള്ളികളും അതിനുള്ളിൽ അറബി ലിപി എന്ന് തോന്നിക്കുന്ന തെളിഞ്ഞ അടയാളങ്ങളും കണ്ടത്. എഴുത്തു ശ്രദ്ധയിൽപ്പെട്ടതോടെ മത്സ്യം മുറിക്കുവാനോ വിൽപ്പന നടത്തുവാനോ തൊഴിലാളികൾ തയ്യാറായില്ല. തുടർന്ന് തൊട്ടടുത്ത നിസ്കാരപ്പള്ളിയിൽ നിന്നും അറബി അധ്യാപകനെത്തി മത്സ്യത്തെ പരിശോധിച്ചു. തെളിഞ്ഞുകണ്ട അടയാളങ്ങൾക്ക് പഴയ അറബി ലിപിയുമായി സാമ്യമുണ്ടെന്ന് പറഞ്ഞതോടെ കൗതുകം ആരാധനയുടെ മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു. ഇതിനിടെ മൊബൈൽ ഫോണിൽ മത്സ്യത്തിന്റെ ചിത്രം പകർത്തിയവർക്ക് പ്രത്യേക കോണിൽ നിന്ന് വായിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലല്ലാ എന്ന ഖുർആൻ സൂക്തവും കാണാൻ സാധിച്ചതായി വാർത്ത പരന്നു. നൂറുകണക്കിന് ആളുകൾ മത്സ്യത്തെ കാണുവാൻ സെൻട്രൽ മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തി. അടയാളങ്ങൾ കൂടുതൽ സ്ഥിരീകരിക്കുന്നതിനായി അറബി പണ്ഡിതന്മാരെ വിവരമറിയിച്ചിട്ടുണ്ട്. ആരൽ ഇനത്തിൽപ്പെട്ട ഇത്തരം മത്സ്യം മാർക്കറ്റിൽ വിൽപ്പനയ്ക്കെത്തുന്നത് സർവ്വസാധാരണമാണെങ്കിലും ചതുരക്കള്ളികളും അതിനുള്ളിൽ അറബി വാചകങ്ങളെന്ന് തോന്നിക്കുന്ന അടയാളങ്ങളും ആദ്യത്തെ അനുഭവമാണെന്നാണ് മാർക്കറ്റിലെ തൊഴിലാളികൾ പറയുന്നത്. മത്സ്യത്തെ പ്രത്യേകം തയ്യാറാക്കിയ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.